السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى. الصلاة والسلام على نبي المصطفى وعلى آله وصحبه الفائزين برضا الله. أما بعد. പ്രിയമുള്ള സത്യവിശ്വാസികളെ, റബ്ബ് തആല നമ്മുടെ ഈ കൂടലും പിരിയലും ഒരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ. തിക്തഫലമായി അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അടിയാളർക്ക് റബ്ബ് തആല നൽകുന്ന സുഖലോക സ്വർഗത്തിൽ നമുക്കും ഒരിടം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവർ, ഉപ്പമാർ, ഉമ്മമാർ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ തുടങ്ങി ഇന്നലകളിൽ ഇടറിയ നേരങ്ങളിൽ ഒരു ചെറു പുഞ്ചിരി നമുക്ക് നേരെ നീട്ടി സമാധാനത്തിന്റെ തീരത്തേക്ക് നമ്മളെ അടുപ്പിച്ചവർ പലരും ഇന്ന് ഖബറിലാണ്. റബ്ബ് തആല എല്ലാവരുടെയും ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങളോട് കൂടെ അവർക്കും നമുക്കും ഒരുമിച്ചിരുന്ന് സന്തോഷം നുകരാൻ റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ വരുന്ന ഞായറാഴ്ച മുഅല്ലിം ഡേ ആണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിഅത്തുൽ ഉലമ, ആ സമസ്തയുടെ കീഴിൽ വരുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ, ഒരുപാട് ഉസ്താദന്മാർ, ഒരുപാട് ആത്മീയമായ കൈരളിയുടെ മുസ്ലിമീങ്ങളെ ആത്മീയതയിലേക്ക് നയിക്കാൻ പ്രാപ്തമാക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ. മുഅല്ലിം ഡേയെ പറ്റി നമ്മൾ പറയുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അനുചര വൃത്തങ്ങളും അല്ലാഹുവിന്റെ ശരീഅത്ത് ലോകത്ത് നടപ്പിലാക്കാൻ വേണ്ടി വന്ന 1,00,000-ൽ പരം പ്രവാചകന്മാരെല്ലാവരും ലോകത്ത് കാണിച്ചു തന്ന വഴി, ഒരു മനുഷ്യൻ എങ്ങനെയാവണം, ഒരു മനുഷ്യൻ സാമൂഹികമായി ജീവിക്കുമ്പോൾ, സമൂഹത്തിൽ ഇടപഴകുമ്പോൾ അവൻ എന്തെല്ലാം മൂല്യങ്ങളാണ് അവൻ മുറുകെ പിടിക്കേണ്ടത് എന്ന് തുടങ്ങി, ഒരു മനുഷ്യൻ ജനിച്ച് അവനെ 6 അടി മണ്ണിന്റെ അഗാധമായ ഗർത്തത്തിലേക്ക് കൊണ്ടുപോയി വെക്കുന്നത് വരെയുള്ള സർവമാന കാര്യങ്ങളും, എങ്ങോട്ടെല്ലാം അവൻ നോക്കണം, എന്തെല്ലാം അവൻ പിടിക്കണം, എന്തെല്ലാമാണ് അവൻ കേൾക്കേണ്ടത്, എന്തെല്ലാമാണ് അവൻ അറിയേണ്ടത് എന്ന് തുടങ്ങി മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കാവുന്നതായ സർവമാന കാര്യങ്ങളും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ശർഅ നമുക്ക് വളരെ മനോഹരമായി കാണിച്ചു തന്നിട്ടുണ്ട്. അത് ലോകത്തേക്ക് പ്രചരിപ്പിക്കാൻ വന്നവരാണ് അമ്പിയാക്കന്മാരായ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആളുകൾ. അവരുടെ ആ താവഴി പിന്തുടർന്നു വരുന്നവരാണ് ലോകത്തുള്ള സർവമാന മുഅല്ലിമീങ്ങളും. ഈ സമൂഹത്തെ സമുദ്ധാരണം ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലശേഷം വന്ന ഖലീഫമാരാവട്ടെ, അവർക്ക് ശേഷം വന്ന താബിഈങ്ങളാവട്ടെ, തബഅ താബിഈങ്ങളാവട്ടെ, സർവരുടെയും കർത്തവ്യം എന്ന് പറയുന്നത് ലോകത്തേക്ക് വരുന്ന മനുഷ്യരെ അതത് കാലത്തിനോട് അനുയോജ്യമായ നിലക്ക് ചേർന്ന് നിന്നുകൊണ്ട് എങ്ങനെയാണോ മനുഷ്യരെ മനുഷ്യനാകുന്ന മൂല്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമുദ്ധാരണം ചെയ്യുക എന്നുള്ള ഒരു മനോഹരമായ കർത്തവ്യവുമായി വരുന്നവരാണ് അവർ. നമുക്കറിയാം, നമ്മുടെ ഈ മനോഹരമായ കൊച്ചു കേരളം, എങ്ങനെയാണ് ഈ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടായി മാറുന്നത്. അത് കേവലം പ്രകൃതി ഭംഗി കൊണ്ട് മാത്രമാവരുത്, മൂല്യങ്ങൾ കൊണ്ടുമാവണം. കേരളത്തിൽ ജീവിക്കുന്ന, ഇന്ത്യയിൽ ജീവിക്കുന്ന മതേതര വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, മതമുള്ളവനാവട്ടെ മതമില്ലാത്തവനാവട്ടെ, ഏത് മതത്തിൽ ജീവിക്കുന്നവനാവട്ടെ, അവരോടെല്ലാം പുലർത്തേണ്ടുന്നതായ മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന നമ്മൾ, മറ്റ് ഇതര സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ വൈജ്ഞാനികമായ ഒരു വിളനിലമാണ് കേരളം എന്ന് പറയുന്നത്. അതിനെല്ലാം ചുക്കാൻ പിടിച്ചതോ ഇസ്ലാമിൻ്റെതായ വക്താക്കൾ, പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിഅത്തുൽ ഉലമയെ പോലത്തെ വലിയ പ്രസ്ഥാനങ്ങൾ. നമുക്ക് വ്യക്തമായ ഒരു താവഴിയുണ്ട്, നമ്മുടെ പൂർവികർ കാണിച്ചു തന്ന വ്യക്തമായ ഒരു പാതയുണ്ട്. അത് പിൻപറ്റിക്കൊണ്ടാവണം നമ്മൾ ജീവിക്കേണ്ടത്.
നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത പ്രധാന ഘടകമാണ് നമ്മുടെ ഉസ്താദന്മാർ. അവർ നമ്മുടെ സമൂഹത്തിൽ വരുത്തുന്നതായ മാറ്റങ്ങൾ, നമ്മുടെ മക്കളിൽ ചെലുത്തുന്നതായ ഓരോ ഇൻഫ്ലുവൻസുകളും, ആധുനിക കാലഘട്ടത്തിൽ ആൽഫ ജനറേഷനും ബീറ്റ ജനറേഷനുമായി ജീവിക്കുന്ന നമ്മുടെ മക്കൾ, അവർ ജനിച്ചു വീഴുന്നത് ടെക്നോളജിയുടെ ലോകത്തേക്കാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മറ്റ് നൂതന സാങ്കേതിക വിദ്യകളുമായി ജീവിക്കുന്ന നമ്മുടെ മക്കളെ ഇസ്ലാമിന്റെ തീരത്തേക്ക് മാനുഷികമായ പരിഗണനകളെ ഉൾക്കൊണ്ട് ജീവിക്കുന്നതായ ഒരു ജീവിത ശൈലിയിലേക്ക് പിടിച്ചുയർത്താൻ നമ്മുടെ മുഅല്ലിമീങ്ങൾ, നമ്മുടെ ഉസ്താദന്മാർ അവരുടെ ജീവിതത്തിൽ ചെലുത്തുന്നതായ ഇൻഫ്ലുവൻസ് ചെറുതല്ല. കാലം ഇങ്ങനെ മുൻപോട്ട് ഗമിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അധ്യാപകന്മാരോടുള്ളതായ വില അത് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ അറിയണം. എങ്ങനെയാവണം ഒരു അധ്യാപകൻ, എങ്ങനെയാവണം ഒരു ശിഷ്യൻ എന്നുള്ളത് നോക്കുമ്പോ, ലോകത്തെ ആദ്യത്തെ അധ്യാപകന് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പഠിപ്പിച്ചു കൊടുത്തതായ കാര്യങ്ങളാണ്. അല്ലാഹു തആല അവനെ പരിചയപ്പെടുത്തുന്നത് തന്നെ അർ-റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹു. അല്ലമൽ ഖുർആൻ, ഖുർആനിനെ പഠിപ്പിച്ചു കൊടുത്തവനായ അല്ലാഹു. ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചവനായ അല്ലാഹു. അല്ലമഹുൽ ബയാൻ, മനുഷ്യർക്ക് വേണ്ടതായ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തവനായ അല്ലാഹു. അധ്യാപകനായിട്ടാണ് അള്ളാഹുവിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ആ അധ്യാപകനിൽ നിന്നും അറിവ് നുകർന്ന മഹാനായ അബൂന അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമോ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സർവമാന കാര്യങ്ങളും അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തതായ ഒരു രംഗം പറയുന്നുണ്ട്, നമുക്കറിയാം. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി എങ്ങനെയാണ് ലഅനത്ത് ചെല്ലാൻ വിധിക്കപ്പെട്ടത് എന്നുള്ള ചരിത്രം നമുക്കറിയാം. അല്ലാഹുവിന്റെ അറിവിനെ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഷിആറിനെ, അല്ലാഹു തആല നൽകിയതായ അറിവിനെ ബഹുമാനിച്ചില്ല എന്നുള്ള കാരണം കൊണ്ടാണ്. ആധുനിക കാലഘട്ടത്തിൽ നമ്മളും ചിന്തിക്കണം, അല്ലാഹു തആല നൽകിയ അറിവുകളെ, അല്ലാഹുവിന്റെ ഷിആറുകളെ, അല്ലാഹുവിന്റെ പള്ളികളെ, അല്ലാഹുവിന്റെ മദ്രസകളെ ബഹുമാനിച്ചില്ലെങ്കിൽ അതിൽ നിന്നും വരുന്ന ഭവിഷ്യത്തുകൾ വലുതാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് സമൂഹത്തിൽ ഇന്നല്ല, നാളെയല്ല, വരുന്ന ദിവസങ്ങളിലല്ല, എത്ര കാലമാണോ ലോകം നിലനിൽക്കുന്നത് എങ്കിൽ അത്രയും കാലം ഇവിടെ ദീനിനും വിജ്ഞാനത്തിനും ആ വിജ്ഞാനങ്ങളെ ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുന്നതായ ആളുകൾക്ക്, നമ്മുടെ പിഞ്ചോമന മക്കൾക്ക് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ നുകരുന്നതായ ഉസ്താദന്മാർക്ക് അതിൻ്റെതായ വിലയും നിലയുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെയാകുമ്പോഴാണ് ആദം നബിക്ക് എല്ലാം പഠിപ്പിച്ചു കൊടുത്ത് ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ആ ഒരു വണക്കം മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ചെയ്യാൻ വേണ്ടി മടി കാണിച്ചു. മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എങ്ങനെയാണ് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ ഒരു സുജൂദ് ചെയ്യുന്നത് എന്നുള്ള ഒരു ധാർഷ്ട്യം. ആദം നബി അവിടെ വലിയ മനുഷ്യനായിട്ടല്ല, അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തതായ ഒരു അറിവ്, ആ അറിവ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ ഉണ്ടായത് കൊണ്ട് ആ അറിവിന് വേണ്ടി താഴ്മ വണങ്ങണം എന്ന് പറഞ്ഞപ്പോ ഒരു ധാർഷ്ട്യം വന്നത് കൊണ്ടാണ് ഇബ്ലീസ് ലഅനത്ത് ചെല്ലപ്പെട്ടത്. അതുപോലെ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് അറിവുകളെ പകർന്നു തരുന്നവരെ നമ്മൾ ബഹുമാനിക്കണം. ബഹുമാനിക്കാൻ വേണ്ടി നമ്മളെ മക്കളോട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ സർവമാന പാപങ്ങളും റബ്ബ് തആല വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പൂർവ്വകാലത്തിൽ നമുക്ക് വേണ്ടി ഇൽമിനെ പഠിപ്പിച്ചു തന്ന, ഇൽമിന്റെ പാതയിലേക്ക് നമ്മളെ വഹിച്ച ഒരുപാട് ഗുരുക്കന്മാർ, ഗുരുനാഥന്മാർ അല്ലാഹു തആലയുടെ റഹ്മത്തിലേക്ക് യാത്രയായിട്ടുണ്ട്. റബ്ബ് തആല അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ സുഖലോക സ്വർഗത്തിൽ അവരോടൊപ്പം ചേർന്നിരിക്കാൻ, അവരെല്ലാം സുഖലോക സ്വർഗത്തിന്റെ പാന്താവിലേക്ക് കയറി പോകുമ്പോ അല്ലാഹുവിലേക്കൊന്ന് ശുപാർശ ചെയ്ത് നമ്മളെയും സുഖലോക സ്വർഗത്തിലേക്കൊന്ന് ഏതെങ്കിലും ഒരു വക്കത്തേക്ക് എത്തിക്കാൻ റബ്ബ് തആല നമുക്കും അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.